ഇപ്പോ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, രാജ്യത്ത് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം. അതിനായി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യും എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ഉദ്ദേശം? വനിതാ സംവരണം നടപ്പാക്കൽ. ആർക്കാ തടസ്സം? ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കായിരുന്നല്ലോ. ഏത് ഘട്ടത്തിൽ നടപ്പാക്കാമല്ലോ. അത് നടപ്പാക്കാനല്ല, അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉദ്ദേശം പ്രാവർത്തികമാക്കാനാണ് നീക്കം. അതിലൂടെ തങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള ഒരു രാജ്യത്തെ സൃഷ്ടിക്കാനാവണം. അതിന് ഇന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ, ആ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വല്ലാതെ പെരുപ്പിക്കണം. അങ്ങനെ പെരുപ്പിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ നല്ല കുറവ് വരണം. ബി.ജെ.പിയുടെ സ്വാധീന കേന്ദ്രങ്ങളായി നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, അവിടെ നല്ലതുപോലെ പെരുപ്പിക്കണം. എന്താ ഉദ്ദേശമെന്ന് വ്യക്തമാണ്, എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് വ്യക്തമാണ്. അതിനാണ് കഴിഞ്ഞ നീക്കമുണ്ടായത് പാർലമെന്റ് മുൻപാകെ. അത് തടസ്സപ്പെട്ടു, അത് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെ എന്താ കണ്ടത്? വിവിധ പാർട്ടികളെ നേരെ പുലർത്തുകയാണ്. നേരെയല്ല, അവരാഗ്രഹിക്കും വിധം പ്രവർത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്താ കണ്ടത്? ശിവസേന, ഉദ്ധവിന്റെ പാർട്ടി എന്താ കണ്ടത്? ഏതെല്ലാം പാർട്ടികളുടെ നേരെയാണ്? എത്ര പച്ചയായി പരസ്യമായാണ് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സ്വയമേവ സംഭവിക്കുന്നില്ലല്ലോ. തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ എന്തും ചെയ്യും. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം, ആ അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുന്നവരുണ്ട്. നമ്മുടെ രാജ്യത്ത് കേരളത്തെ പോലെയാണ് എല്ലാ സ്ഥലങ്ങളും എന്ന് കാണരുത്. കേരളത്തിലെ രാഷ്ട്രീയക്കാര് ഏറെക്കുറെ എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും സാധാരണ മനുഷ്യർ തന്നെയാണ്, അതിസമ്പന്നരായവരല്ല. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നോക്കിയാൽ അവരെല്ലാം മഹാഭൂരിഭാഗം കോടാനുകോടി കയ്യിലുള്ളവരാണ്, വലിയ തോതിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉടമകളാണ്. അവരുടെ നേരെ അധികാരത്തിന്റെ ദണ്ഡങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് പറയൽ വരും. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വരുന്ന എന്തിനേയും നേരിടാനുള്ള കരുത്തോടെയാണ് നിൽക്കുക. ആ കരുത്ത് ഇവർക്കുണ്ടാവില്ല. ഇവർ ചിന്തിക്കുക തങ്ങളുടെ പിന്നിലുള്ള ഈ വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ്. അപ്പോൾ എളുപ്പമാകുന്നു. വേറൊരു ഭാഗം, നിങ്ങൾ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറകളും കൂടി ആഗ്രഹിച്ചാൽ പോലും നേടാത്ത അത്രയും പണം കൊണ്ട് നിങ്ങളെ ഇതാ മൂടുന്നു.
നിങ്ങൾ മാറിക്കോ. എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എല്ലാറ്റിനും സംഘപരിവാർ നേതൃത്വം ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ അവരുടെ ആഗ്രഹമനുസരിച്ച് മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ നാം കേരളീയർ എല്ലാ കാലത്തും നല്ലതുപോലെ അഭിമാനബോധത്തോടെ ഒരു കാര്യത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. നാം അതിന് വഴിപ്പെടില്ല, നാം അതിന്റെ കൂടെ നിൽക്കില്ല, നാം അതിനെതിരെ പോരാടും. ഇപ്പോഴോ ഇപ്പൊ കേരളത്തിന് അങ്ങനെ പറയാൻ കഴിയോ? കേരളം എന്ന സംസ്ഥാനം ഇപ്പോൾ അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയോ?